എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 15ാമത്തെ വീഡിയോ. അധികം ടൈം നമുക്ക് എടുക്കാനില്ല, ഇൻട്രോ ഒന്നും പറയാനില്ല. കാരണം ഓൾറെഡി എല്ലാം ഇതുവരെയുള്ള വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ 15ാമത്തെ വീഡിയോ എന്ന് പറയുന്നത് മെറ്റാമാസ്കിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. മെറ്റാമാസ്ക് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. സോ പ്ലേ സ്റ്റോറിൽ പോകുന്നു, മെറ്റാമാസ്ക് എന്ന് കൊടുക്കുന്നു, മെറ്റാമാസ്ക് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇൻസ്റ്റാളേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഇൻസ്റ്റാളിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ഓപ്പൺ കൊടുക്കുവാണ്. ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഇവിടെ നമുക്ക് ക്രിയേറ്റ് ന്യൂ വാലറ്റ്, ഇമ്പോർട്ട് യൂസിങ് റിക്കവറി ഫേസ്. ഞാൻ കൊടുക്കുന്നത് ഇമ്പോർട്ട് യൂസിങ് സീക്രട്ട് റിക്കവറി ഫേസ് ആണ് ഞാൻ കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്ത എൻ്റെ ആ ഒരു സീഡ് ഫ്രൈസ് എൻ്റെ കയ്യിലുണ്ട്. സോ ഞാനത് ടൈപ്പ് ചെയ്യുവാണ്. സോ നമുക്കിവിടെ കൊടുത്തിട്ട് ഐ എഗ്രി കൊടുക്കുവാണ്. സോ അക്സെപ്റ്റ്. ഓക്കെ, ഇവിടെ സീഡ് ഫ്രൈസ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ഓർ അതർവൈസ് നമുക്ക് ആ സീഡ് ഫ്രൈസിൻ്റെ QR ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്തെടുക്കുകയും ചെയ്യാം. ഓക്കെ, യുവർ വാലറ്റ് ഈസ് റെഡി. ഓക്കെ, ഡൺ. ഓക്കെ, ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഇവിടെ കാണുന്നത് എത്തീരിയം ആണ്. സോ ഇവിടെ ട്രസ്റ്റ് വാലറ്റ് പോലെ മൾട്ടി ചെയിൻ ഒന്നും ഇവിടെ നമുക്ക് പെട്ടെന്ന് ഈസിലി ആക്സസിബിൾ ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ എത്തീരിയം ആയിട്ടായിരിക്കും വരുന്നത്. മെറ്റാമാസ്കിൻ്റെ ആപ്ലിക്കേഷൻ വേർഷൻ ഇങ്ങനെയാണ്. സോ ഇവിടെ ഏറ്റവും താഴെ ഈ ഒരു പേഴ്സിൻ്റെ സിമ്പിൾ കാണിക്കുന്നിടത്താണ് വാലറ്റ്. ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന ഇവിടെ ആയിരിക്കും നമ്മുടെ റീസെൻറ്റ് ട്രാൻസാക്ഷൻ വരുന്നത്. ഈ ഒരു ഡബിൾ ചിഹ്നം കാണിക്കുന്നിടത്താണ് ബൈ, സെല്ല്, സ്വാപ്പ്, ബ്രിഡ്ജ്, സെൻഡ്, റിസീവ് എല്ലാം വരുന്നത്. ഈ തൊട്ടിപ്പുറത്ത് കാണിക്കുന്ന ഈ ഒരു പോർട്ട്ഫോളിയോ മെറ്റാമാസ്ക് എന്ന് പറയുന്ന ഇവിടെയാണ് നമ്മുടെ ഡി ആപ്പിലേക്ക് പോകാനുള്ള ബ്രൗസറും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അതായത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെയാണ് നമുക്കിവിടെ സെർച്ച് കൊടുക്കാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ സെർച്ച് കൊടുത്തിട്ട് വേണം പോകാനായിട്ടുള്ളത്. ഇനി ഈ സെറ്റിങ്സിനവിടെ പോയാൽ മെറ്റാമാസ്കിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും. സോ ഈ വാലറ്റിൻ്റെ ഇവിടെ നിങ്ങൾക്ക് സിംപ്ലി ഇത്രയാണ് വരുന്നത്. സോ മെയിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിരിക്കും QR സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് QR സ്കാൻ ചെയ്യാം. നിങ്ങളുടെ QR ആണെങ്കിൽ ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. സോ ഞാനത് എടുക്കുന്നില്ല. ഇനി ഈ അക്കൗണ്ടിൻ്റെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ അക്കൗണ്ട് ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആഡ് അക്കൗണ്ട് ഓർ ഹാർഡ്വെയർ വാലറ്റ്, ഇമ്പോർട്ട് അക്കൗണ്ട്, ഹാർഡ്വെയർ വാലറ്റ്, ന്യൂ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ അക്കൗണ്ട്സ് ട്രസ്റ്റ് വാലറ്റ് പോലെ ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പുതിയ ടോക്കൺസ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ ഇമ്പോർട്ട് ടോക്കൺസിൻ്റെ അവിടെ ടോക്കൺസ് ഇവിടെ സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ കസ്റ്റം ടോക്കൺ കൊടുത്തിട്ട് ആ ടോക്കണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് ആഡ് ചെയ്യാം. അതൊക്കെ നമുക്ക് പോകുന്ന വീഡിയോസിൽ നോക്കാം. ഇനി NFTs നിങ്ങൾക്ക് ഈസിലി ഇവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ NFTs എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ NFTs ഒക്കെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇനി ഈ മെറ്റാമാസ്ക് EVM കമ്പാറ്റബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മൾട്ടി ചെയിൻസ് മെറ്റാമാസ്കിൽ യൂസ് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യാം. മെയിൻലി മെറ്റാമാസ്ക് എതീരിയത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിലും നമുക്ക് ഈ ടോപ്പിലുള്ള എതീരിയത്തിൻ്റെ സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് നെറ്റ്വർക്ക്സ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഓൾറെഡി മെറ്റാമാസ്കിൽ തന്നെ ലിനിയ, ആർബിട്രം, ബൈനാൻസ്, ബേസ്, ഒപ്റ്റിമിസം, പോളിഗൺ ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് അഡീഷണൽ വേണം എന്നുണ്ടെങ്കിൽ ഈ അവലാഞ്ച്, സി ചെയിന്, ഈ പാമ്, പിന്നെ ഇസഡ്കയുടെ മെയിൻനെറ്റ് ഇതൊക്കെ നമുക്ക് അഡീഷണൽ ഇവിടെ ആഡ് കൊടുക്കാം. ഇവിടെ ആഡ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. കൺഫേം, സ്വിച്ച് ടു നെറ്റ്വർക്ക്. അപ്പോൾ സ്വിച്ച് ടു നെറ്റ്വർക്ക് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ നെറ്റ്വർക്കിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ഇത് ആ ടോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ പഴയ നെറ്റ്വർക്കിലേക്ക് വരാനായിട്ട്. നമ്മുടെ ആ ഒരു എതീരത്തിലേക്കും വേറെ നെറ്റ്വർക്ക്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മൾ മെറ്റാമാസ്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. സോ ട്രസ്റ്റ് വാലറ്റ് പോലെ തന്നെ മെറ്റാമാസ്ക് മറ്റൊരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റാണ്. സോ ഇനി ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞ കണക്ക് സുയി വാലറ്റ്, കെപ്ലർ വാലറ്റ്, ട്രോൺ ലിങ്ക് പ്രോ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം ഇതൊക്കെ ഞാൻ ചെയ്ത വീഡിയോസ് ഓൾറെഡി എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. പണ്ട് നേരത്തെ, അതായത് 1-2 വർഷം മുന്നേ ചെയ്ത വീഡിയോസ് ഉണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇനി പുതിയതായിട്ട് വരുന്ന ഏത് വാലറ്റും ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാനുള്ളത്. സോ നിങ്ങൾക്ക് ആ വാലറ്റിൻ്റെ ഐഡിയാസൊക്കെ ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം എടുത്തു പറയുന്നത് വെച്ചാൽ ആ 12 അക്ക സീഡ് ഫ്രൈസ് നിങ്ങൾ എഴുതി വെക്കണം. അല്ല പ്രൈവറ്റ് കീ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പ്രൈവറ്റ് കീ എന്ന് പറയുമ്പോൾ ഒരു 13 ലെറ്റേഴ്സ് അടങ്ങുന്ന ഒരു സെൻറ്റൻസ് പോലെ ഇരിക്കും. അതാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് കോപ്പി ചെയ്ത് വ്യക്തമായിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണം. സോ ഇത് രണ്ടും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഈ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് മാത്രമാണ്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ പതുക്കെ പതുക്കെ പഠിച്ച് പോവാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സോഷ്യൽ മീഡിയ ഹാൻഡ്സ്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സപ്പ്, ട്വിറ്റർ
എല്ലാം ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റ് കാണും വരെ